അടുത്തതായി ട്രാൻസ്ക്രിപ്ഷൻ ഇൻ യൂക്കാരിയോട്സ്. നമ്മൾ പറഞ്ഞിരുന്നു പ്രോകാരിയോട്ടിലും യൂക്കാരിയോട്ടിലും ട്രാൻസ്ക്രിപ്ഷന് അതിൻ്റേതായ ഡിഫറൻസുകളുണ്ട്. സോ ട്രാൻസ്ക്രിപ്ഷൻ ഇൻ യൂക്കാരിയോട്ടിലെ പിക്ചറാണ് കാണിച്ചിരിക്കുന്നത്. നമ്മുടെ ഡബിൾ സ്റ്റാൻഡ് DNA 5' to 3' ഡയറക്ഷനിലുള്ള 2 പൊളാരിറ്റിയിലുള്ള DNA. അതിൽ നമ്മുടെ RNA പോളിമറേസ് എൻസൈം വന്ന് ബൈൻഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ അത് സിഗ്മ ഫാക്ടറുമായിട്ട് ജോയിൻ ചെയ്യുന്നു പ്രൊമോട്ടറിൽ. ഇവിടെ പ്രോകാരിയോട്ടിനെ സംബന്ധിച്ച് യൂക്കാരിയോട്ടിൽ കുറച്ച് ഡിഫറൻസ് ഉള്ളതിൽ ഇവിടെ ജസ്റ്റ് സിഗ്മ ഫാക്ടറുമായിട്ട് RNA പോളിമറേസ് എൻസൈം ബൈൻഡ് ചെയ്തുകൊണ്ട് മാത്രം അത് പ്രൊമോട്ടർ എന്ന് പറഞ്ഞ സൈറ്റിൽ വന്ന് ബൈൻഡ് ചെയ്യണം നിർബന്ധമില്ല. ഇവിടെ അത് പോരാതെ കുറച്ച് അഡീഷണൽ ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടറുകൾ ആവശ്യമുണ്ട്. ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടറുകൾ പ്രോകാരിയോട്ടിനേക്കാളും കൂടുതൽ അഡീഷണൽ ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടറുകൾ അല്ലെങ്കിൽ ആക്ടിവേറ്റേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ ഇനീഷ്യേറ്റ് ചെയ്യാൻ ആവശ്യമുണ്ട്. അതിനുശേഷം RNA പോളിമറേസ് എൻസൈം അതിന് DNA ടെംപ്ലേറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ടെംപ്ലേറ്റ് സ്ട്രാൻഡിന് കറസ്പോണ്ടിങ് ആയിട്ട് ന്യൂക്ലിയോസൈഡ് ട്രൈഫോസ്ഫേറ്റുകളെ പ്രൊഡ്യൂസ് ചെയ്ത് പോളിമറൈസേഷൻ റിയാക്ഷൻ നടക്കുന്നു. അതിനുശേഷം ടെർമിനേറ്റർ റീജിയനിലെത്തിയിട്ട് അത് റോ ഫാക്ടറുമായിട്ട് കമ്പൈൻ ചെയ്ത് അത് ഡിസോസിയേറ്റ് ചെയ്യുന്നു. സോ ആ RNA ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഫസ്റ്റ് RNAയുടെ ആ ഒരു ആദ്യം ഫോം ചെയ്യണ RNAനെ ഹെട്രോജീനസ് ന്യൂക്ലിയർ RNA HNRNA എന്നാണ് പറയുക. ഹെട്രോജീനസ് ന്യൂക്ലിയർ RNA ബിക്കോസ് സ്റ്റിൽ ഇപ്പോഴും അത് ന്യൂക്ലിയസിൽ തന്നെയാണ്. പ്രോകാരിയോട്ടിൽ മാത്രമേ ട്രാൻസ്ക്രിപ്ഷനും അതിനടുത്ത ശേഷം നടക്കാൻ പോകുന്ന ട്രാൻസ്ലേഷനായ പ്രോട്ടീസിന്തസും എല്ലാം ഒരേ സ്ഥലത്ത് തന്നെ നടക്കുന്നത്. എന്നാൽ യൂക്കാരിയോട്ടിൽ ഡിഫറൻസ് ഉണ്ട്. അതിന് ഡെഫിനറ്റ് ആയിട്ടൊരു സൈറ്റോപ്ലാസം ഉണ്ട്, ഒരു ന്യൂക്ലിയർ മെംബ്രെയിനും ന്യൂക്ലിയസും ഒക്കെ വെൽ ഡിഫൈൻഡ് മെംബ്രെയിൻ ബൗണ്ട് സെൽ ഓർഗനൽസ് ഒക്കെ ഉണ്ട്. സോ ന്യൂക്ലിയസിൽ നിന്ന് അതിന് കറക്റ്റായിട്ട് ന്യൂക്ലിയർ മെംബ്രെയിൻ വഴി പുറത്തോട്ട് വന്ന് സൈറ്റോപ്ലാസം എന്ന് പറഞ്ഞ് ഒരു കമ്പാർട്ട്മെൻ്റലൈസേഷൻ തന്നെ യൂക്കാരിയോട്ടിലുണ്ട്. സോ ഇപ്പോഴും അത് ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ തന്നെയാണ്. അതുകൊണ്ടാണ് ആദ്യം ഫോം ചെയ്ത RNA ഹെട്രോജീനസ് ന്യൂക്ലിയർ RNA എന്ന് പറയുന്നു. സോ ഹെട്രോജീനസ് ന്യൂക്ലിയർ RNAയിൽ അത് പുറത്തു വരുമ്പോൾ ഇപ്പോൾ കുറച്ച് പ്രോസസ്സിന് ശേഷം മാത്രമേ അതിനെ ഈ ന്യൂക്ലിയസിൽ നിന്ന് സൈറ്റോപ്ലാസത്തിലേക്ക് കടത്തിവിടാൻ പറ്റുള്ളൂ. ബിക്കോസ് സൈറ്റോപ്ലാസത്തിൽ ഒരുപാട് എൻസൈംസുകളുണ്ട്. ഈ പ്രൊഡ്യൂസ് ചെയ്ത RNAനെ അതൊരു പക്ഷേ നശിപ്പിച്ചേക്കാം, ഡിഗ്രേഡ് ചെയ്യാം അല്ലെങ്കിൽ ഡൈജസ്റ്റ് ചെയ്യാം. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ പ്രൊഡ്യൂസ് ചെയ്ത RNA ഒരു കുറച്ച് പ്രോസസ്സുകളിലൂടെ കടന്നു പോകുന്നു. സോ ഈ പ്രൊഡ്യൂസ് ചെയ്ത ഹെട്രോജീനസ് ന്യൂക്ലിയർ RNAക്ക് ഇൻട്രോണുകളും എക്സോണുകളും ഉണ്ട്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എക്സോണുകളാണ് ഈ ബ്ലൂ കളർ പോർഷനായിട്ട് കാണിച്ചേക്കുന്നത്, ഇൻട്രോണുകളാണ് ഈ റെഡ് കളർ പോർഷനായിട്ട് കാണിച്ചേക്കുന്നത്. എക്സോൺ എന്ന് പറഞ്ഞാൽ കോഡിങ് സീക്വൻസസ് അല്ലെങ്കിൽ എക്സ്പ്രസ്ഡ് സീക്വൻസുകളാണ്. ഇൻട്രോൺ എന്ന് പറഞ്ഞാൽ നോൺ കോഡിങ്, ഒന്നിനെയും കോഡ് ചെയ്യാത്ത സീക്വൻസുകളാണ് ഇൻട്രോൺ. സോ ഇൻട്രോൺസിൻ്റെ ആവശ്യം അവിടെ ഇല്ല. സോ ഇൻട്രോൺസുകൾ റിമൂവ് ചെയ്ത് മാറ്റണം. അതുപോലെ ഇതിനൊരു പ്രൊട്ടക്ഷനായിട്ട് അതിൻ്റെ 5' റീജിയനിൽ ഈ ന്യൂക്ലിയർ ഹെട്രോജീനസ് ന്യൂക്ലിയർ ഫോം ചെയ്ത ആ പ്രൈമറി RNA അല്ലെങ്കിൽ ആ ട്രാൻസ്ക്രിപ്റ്റിൽ പ്രൈമറി ആദ്യമായി ഉണ്ടാകുന്ന RNA അല്ലെങ്കിൽ ട്രാൻസ്ക്രിപ്റ്റിൽ അതിൻ്റെ ഹെഡ് റീജിയൻ അല്ലെങ്കിൽ ആ 5' റീജിയനിൽ ഒരു സ്പെഷ്യൽ ന്യൂക്ലിയോടൈഡുകൾ വന്ന് ജോയിൻ ചെയ്യണം. ആ സ്പെഷ്യൽ ന്യൂക്ലിയോടൈഡുകൾ ജോയിൻ ചെയ്യണമെങ്കിൽ നമ്മൾ ക്യാപ്പിംഗ് എന്ന് പറയും. സ്പെഷ്യലായിട്ട് ഹെഡ് റീജിയനിൽ അല്ലെങ്കിൽ അതിൻ്റെ 5' റീജിയനിൽ ഒരു ക്യാപ്പിംഗ് നടക്കുന്നു. എന്താണ് ക്യാപ്പിങ്ങിന് വേണ്ടി സഹായിക്കുന്നത്? M മീൻസ് മീഥൈലേറ്റഡ്, G മീൻസ് ഗ്വാനോസിൻ, മീഥൈലേറ്റഡ് ഗ്വാനോസിൻ ട്രൈഫോസ്ഫേറ്റ്. വളരെയധികം നോർമലല്ല, ഇതൊരു അൺയൂഷ്വൽ ആയിട്ടുള്ള, നോർമലായിട്ട് കാണുന്നതല്ല, അൺയൂഷ്വൽ ആയിട്ട് കാണുന്ന ന്യൂക്ലിയോടൈഡ് ട്രൈഫോസ്ഫേറ്റുകളാണ് മീഥൈലേറ്റഡ് ഗ്വാനോസിൻ ട്രൈഫോസ്ഫേറ്റ്. അതിൻ്റെ 5' റീജിയനിൽ മീഥൈലേറ്റഡ് ഗ്വാനോസിൻ ട്രൈഫോസ്ഫേറ്റുകൾ വന്ന് ആഡ് ചെയ്യുന്നു. അപ്പോൾ ആ പറഞ്ഞ RNAക്ക് അല്ലെങ്കിൽ പ്രൈമറി RNA ട്രാൻസ്ക്രിപ്റ്റിന് ഒരു ക്യാപ്പായി, അപ്പോൾ ഒരു പ്രൊട്ടക്ഷനായി. അതിനുശേഷം നടക്കുന്നത് ഈ എക്സോണുകൾ തമ്മിൽ ജോയിൻ ചെയ്യുകയും ഇൻട്രോൺസുകൾ തമ്മിൽ റിമൂവ് ചെയ്യുന്നു. സോ ആ മീഥൈലേറ്റഡ് ഗ്വാനോസിൻ ട്രൈഫോസ്ഫേറ്റ് പിന്നെ അതിൻ്റെ 3' എൻഡ്, അതാണ് നമ്മൾ mRNA ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. കംപ്ലീറ്റ് മെസ്സഞ്ചർ RNA മെച്യൂർഡ് ആയിട്ടില്ല. അതിനുശേഷം ഇതിൻ്റെ ഇൻട്രോൺസുകൾ റിമൂവ് ചെയ്യുന്നു. ഇൻട്രോൺസ് റിമൂവലാണ് നമ്മൾ പറയുന്ന RNA സ്പ്ലൈസിങ്. ബിക്കോസ് ഇൻട്രോണുകൾ ഒന്നിനെയും കോഡ് ചെയ്യുന്നില്ല. ഇൻട്രോണും എക്സോണും കൂടിയായാൽ ആ പ്രൈമറി RNA ട്രാൻസ്ക്രിപ്റ്റ് നോൺ ഫങ്ഷനായി മാറും. അപ്പോൾ അതിന് ഫങ്ഷൻ വരണമെങ്കിൽ ആവശ്യമില്ലാത്ത ഇൻട്രോണുകൾ റിമൂവ് ചെയ്ത് എക്സോണുകളെ തമ്മിൽ ജോയിൻ ചെയ്യണം. സോ ഈ ഇൻട്രോൺസുകളെല്ലാം റിമൂവ് ചെയ്യുന്നു. അതാണ് RNA സ്പ്ലൈസിങ്. RNA സ്പ്ലൈസിങ് ചെയ്തു. അതിനുശേഷം നമ്മൾ നേരത്തെ ഉണ്ടായ ക്യാപ്പിംഗ് ആണ് മിഥൈലേറ്റഡ് ഗ്വാനോസിൻ ട്രൈഫോസ്ഫേറ്റ് 5' പൊസിഷനിൽ. അതിൻ്റെ 3' പൊസിഷനിൽ ആ ടെയിലിൽ കുറച്ച്
അഡിനിൻ റെസിഡ്യൂസ്, പോളി അഡിനോസിൻ റെസിഡ്യൂസ് അല്ലെങ്കിൽ പോളി അഡിനിൻ റെസിഡ്യൂസ് ടെയിലിൽ വന്ന് ആഡ് ചെയ്യുന്നു. അത് ഓൾമോസ്റ്റ് 200 to 300 റെസിഡ്യൂസാണ് 3' പൊസിഷനിൽ വന്ന് ആഡ് ചെയ്യുന്നത്. പോളി അഡിനോസിൻ ടെയിൽ, അഡിനിൻ ട്രെയിലുകൾ വന്ന്. സോ അതിനെ പോളി അഡിനിലേഷൻ എന്ന് പറഞ്ഞു. ആ ടെയിലിൽ കുറേ അഡിനോസിൻ ന്യൂക്ലിയോസൈഡുകൾ അല്ലെങ്കിൽ ആ റെസിഡ്യൂസ് വന്ന് ജോയിൻ ചെയ്യുന്നു. ഏകദേശം 200 മുതൽ 300 വരെ ന്യൂക്ലിയോസൈഡുകളാണ് അഡിനീൻ്റെ ആഡ് ചെയ്യുന്നത്. അങ്ങനെ അതൊരു പോളി ടെയിൽ. സോ ക്യാപ്പ് മീഥൈലേറ്റഡ് ഗ്വാനോസിൻ ട്രൈഫോസ്ഫേറ്റ് 5' എൻഡിൽ, 3' എൻഡിൽ അഡിനോസിൻ്റെ അല്ലെങ്കിൽ അഡിനീൻ്റെ 200 തൊട്ട് 300 വരെ അഡീഷൻ വരുന്നു. അതങ്ങനെ ടെയിലായി മാറുന്നു, പോളി എ ടെയിൽ. അതുപോലെ 5' ഗ്വാനോസിൻ മീഥൈലേറ്റഡ് ഫോസ്ഫേറ്റിൻ്റെ ക്യാപ്പും. അങ്ങനെ ടെയിലിനെയാണ് നമ്മൾ ടെയിലിങ് ചെയ്യുന്ന പോളി അഡിനിലേഷൻ എന്ന് പറയുന്നു. അങ്ങനെ ക്യാപ്പിംഗ് കഴിഞ്ഞു, ടെയിലിങ് കഴിഞ്ഞു, ആവശ്യമില്ലാത്ത ഇൻട്രോൺസുകൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞു, എക്സോണുകൾ മാത്രം ജോയിൻ ചെയ്ത പോർഷനാണ് നമ്മൾ പറഞ്ഞ മെസ്സഞ്ചർ RNA അഥവാ പ്രോസസ്ഡ് അല്ലെങ്കിൽ മെച്യൂർ RNA. സോ 5' മീഥൈലേറ്റഡ് ഗ്വാനോസിൻ ട്രൈഫോസ്ഫേറ്റ് ക്യാപ്പും ഇൻട്രോണുകളില്ലാത്ത എക്സോണുകൾ മാത്രം ജോയിൻ ചെയ്ത RNA ട്രാൻസ്ക്രിപ്റ്റിൻ്റെ ഭാഗവും ഒരുപാട് അഡിനോസിൻ റെസിഡ്യൂസ് ആഡ് ചെയ്ത 3' എൻഡിലുള്ള അഡിനിൻ റെസിഡ്യൂസുള്ള ടെയിലും കൂടി ഇപ്പോൾ അത് കംപ്ലീറ്റ് മെസ്സഞ്ചർ അല്ലെങ്കിൽ പ്രോസസ്ഡ് മെച്യൂർ RNA ആയിട്ട് മാറി. ഇതാണ് യൂക്കാരിയോട്ടിൽ സംഭവിക്കുന്നത്. സോ ഇവിടെ ക്യാപ്പിംഗ് നടക്കുന്നു, ടെയിലിംഗ് നടക്കുന്നു, ഇൻട്രോൺസ് റിമൂവ് ചെയ്യുന്നു, എക്സോൺസുകൾ ജോയിൻ ചെയ്യുന്നു. ഇപ്പോൾ അത് ഹൈലി പ്രൊട്ടക്റ്റഡ് ആണ്. ഇപ്പോൾ അതിന് ന്യൂക്ലിയസിൽ നിന്ന് സൈറ്റോപ്ലാസത്തിലേക്ക് ന്യൂക്ലിയർ പോർ വഴി അത് പുറത്തേക്ക് പോവാം. ഇപ്പോൾ സൈറ്റോപ്ലാസത്തിൽ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ ഇനി അതിന് പ്രോട്ടീൻ സിന്തസിസ് അഥവാ നെക്സ്റ്റ് സ്റ്റെപ്പായ ട്രാൻസ്ലേഷൻ നടക്കുകയുള്ളൂ.